തികച്ചും ദാരുണവും ഭീകരവുമായ ഒരു വാർത്തയുമായാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നത്. പെരുമ്പാവൂരിൽ മാതാപിതാക്കളെ മകൻ വെട്ടിക്കൊന്നു എന്നാണ് വാർത്ത. പെരുമ്പാവൂർ സ്വദേശി പത്മനാഭൻ, ഭാര്യ തിലോത്തമ എന്നിവരെയാണ് മകൻ ഷൈൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. ചോദിച്ച പണം കൊടുക്കാത്തതിന് ഷൈൻ മാതാപിതാക്കളെ ദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. വാർത്തയിലേക്ക്. പെൻഷൻ പണം കിട്ടിയത് ചോദിച്ചിട്ട് കൊടുക്കാത്തതിനാണ് കരാട്ടുപള്ളിക്കര മടപ്പുറം പത്മനാഭനെയും ഭാര്യ തിലോത്തമയെയും മകൻ ഷൈൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. പത്മനാഭനെ വീടിൻ്റെ ഹാളിനകത്ത് വെച്ചാണ് വെട്ടിയത്. കൃത്യം കണ്ട തിലോത്തമ വീട്ടിൽ നിന്നും പുറത്തേക്കോടിയെങ്കിലും റോഡിൽ വെച്ച് ഇവരെയും ഷൈൻ വെട്ടി. ഇരുവരും സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെടുകയായിരുന്നു. സംഭവം നടന്നയുടൻ തന്നെ അവിടെ എത്തിയ പെരുമ്പാവൂർ പോലീസ് ഷൈനെ അറസ്റ്റ് ചെയ്തു. ഷൈൻ കഞ്ചാവിന് അടിമയായിരുന്നെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആർഭാട ജീവിതത്തിനായി പണം കണ്ടെത്താൻ ബൈക്ക് മോഷ്ടിക്കുന്ന 6 അംഗ സംഘം അറസ്റ്റിലായി. മുണ്ടക്കയം കരിനിലത്തെ വീട്ടുമുറ്റത്ത് നിന്ന് ബൈക്ക് മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെയാണ് മോഷ്ടാക്കൾ പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്ന് 3 ബൈക്കുകൾ പോലീസ് കണ്ടെടുത്തു. ക്രൈം റിപ്പോർട്ട് നമ്പർ 2 കോട്ടയത്ത് നിന്ന് പ്രശാന്ത് നൽകുന്നു. കൊല്ലം കടവൂർ സ്വദേശികളായ പ്രിൻസ്, ശരൺ, അഖിൽ, രാഹുൽ, മുകേഷ്, പള്ളിമൺ സ്വദേശി അക്ഷയ് എന്നിവരെയാണ് മുണ്ടക്കയം പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഘത്തിലെ ബൈക്ക് റിപ്പയറിംഗ് അറിയാവുന്ന 3 വിദഗ്ധരാണ് താക്കോലില്ലാതെ ബൈക്ക് സ്റ്റാർട്ടാക്കുന്നതും പെട്രോൾ ടാങ്കുകൾ തുറന്നു നൽകുന്നതും. മുണ്ടക്കയം കരിനിലം സ്വദേശിയുടെ വീട്ടുമുറ്റത്തു നിന്നും വില കൂടിയ ബൈക്ക് മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇവർ അറസ്റ്റിലായതെന്ന് മുണ്ടക്കയം SI മനോജ് കുമാർ പറഞ്ഞു. നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിലെ പല സ്ഥലങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ബൈക്കുകൾ മോഷ്ടിച്ച് കൊണ്ടുപോയി അത് പൊളിച്ചു വയ്ക്കുകയും മറിച്ചു വയ്ക്കുകയും ചെയ്യുന്ന സംഘത്തെയാണ് നമ്മളിപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 20ലധികം ബൈക്കുകൾ ഇവർ മോഷ്ടിച്ചിട്ടുണ്ട്. ഇവരുടെ പക്കൽ നിന്ന് 3 ബൈക്കുകൾ കണ്ടെടുത്ത പോലീസ് 7 കേസുകൾ സ്ഥിരീകരിച്ചു. മോഷണത്തിലൂടെ കണ്ടെത്തുന്ന പണം ഉപയോഗിച്ച് ആർഭാട ജീവിതം നയിക്കുകയാണ് 6 അംഗ സംഘത്തിന്റെ രീതി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാസർഗോഡ് ചെറുവത്തൂർ ബാങ്ക് കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ പീപ്പിൾ TVക്ക് ലഭ്യമായി. കവർച്ച നടന്ന വിജയ ബാങ്കിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ഫാർമേഴ്സ് ബാങ്ക് സ്ഥാപിച്ച CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കവർച്ച നടന്ന സമയത്തെ ചില പ്രതികളുടെ നീക്കങ്ങൾ ഇതിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് അന്വേഷണ സംഘത്തിന് സഹായകരമാകും. പ്രതി ഇസ്മയിലിന്റെ രേഖാചിത്രം ഇതിനിടെ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന് ADGP ശങ്കർ റെഡ്ഡി വ്യക്തമാക്കി. പൊതുമേഖലാ ബാങ്കുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ പണമിടപാട് സ്ഥാപനങ്ങൾ വൻ സുരക്ഷാ ഭീഷണിയിലെന്ന് റിപ്പോർട്ട്. ചെറു ബാങ്കുകൾ ലക്ഷ്യമിട്ട് ജാർഖണ്ഡിൽ നിന്നുള്ള മോഷണ സംഘം കേരളത്തിലെത്തിയതായും രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു. ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാത്തതും സാങ്കേതിക ഉപകരണങ്ങളുടെ അഭാവവുമാണ് അന്യസംസ്ഥാന കവർച്ചാ സംഘങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത്. ശാഖകളുടെയും ATMകളുടെയും നടത്തിപ്പ് ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ബാങ്കുകൾ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയത്. നഗരപ്രദേശത്തു നിന്ന് മാറിയുള്ള ബാങ്കുകൾ ഇതോടെയാണ് ഭീഷണിയിലായത്. ആദ്യഘട്ടത്തിൽ ബാങ്കുകൾ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ് ശാഖകളിൽ ഒരുക്കിയിരുന്നത്. എന്നാൽ പ്രവർത്തന ചെലവ് ഉയർന്നതോടെ പണമിടപാട് സ്ഥാപനങ്ങൾ പിന്നോട്ടുപോയി. സാങ്കേതിക വിദ്യയുടെ പഴുതുകൾ ഉപയോഗിച്ചും അടുത്ത കാലത്തായി പുറത്തിറങ്ങിയ സിനിമകൾ അനുകരിച്ചുമാണ് ബാങ്ക് കൊള്ളക്കാർ കവർച്ചയ്ക്കിറങ്ങുന്നത്. സുരക്ഷയൊരുക്കുന്നതിൽ സ്ഥാപനങ്ങൾ വരുത്തുന്ന വീഴ്ച മോഷണ സംഘങ്ങൾക്ക് പ്രചോദനമായി. അന്തർ സംസ്ഥാന ബന്ധമുള്ള കവർച്ചാ സംഘങ്ങൾ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി താവളമുറപ്പിച്ചതായാണ് സൂചന. ബാങ്കുകളുടെ ATM കൗണ്ടറുകളും വ്യാപകമായി കൊള്ളയടിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ATMൽ പണം നിക്ഷേപിക്കുന്ന ഏജൻസി ജീവനക്കാരനുൾപ്പെടെയാണ് തൃശൂരിലെ ATM കവർച്ചാ കേസിൽ പിടിയിലായത്. തൃശൂർ കോലേഴിയിൽ ATM കൗണ്ടർ കാറിൽ കെട്ടിവെച്ച് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൽ പ്രതികളെ കണ്ടെത്താൻ പോലുമായിട്ടില്ല. 1/2 കോടി രൂപ വരെ ഒരേ സമയം സൂക്ഷിക്കുന്ന ATM മെഷീനുകളിൽ സുരക്ഷയ്ക്കായി CCTV മാത്രമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മുഖം മറച്ചെത്തുന്ന കവർച്ചാ സംഘങ്ങളെ കണ്ടെത്താൻ CCTV ദൃശ്യങ്ങൾ അപര്യാപ്തമാകുമെന്നതാണ് സമീപകാലത്തെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവയിൽ പകുതിയിലേറെയും പ്രവർത്തനരഹിതമാണെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ബീഫ് കഴിച്ചതിനാണ് ജനക്കൂട്ടം മധ്യവയസ്കനെ അടിച്ചുകൊന്നത്. ദില്ലിക്കടുത്ത് ദാദരിയിലാണ് സംഭവം. ക്ഷേത്ര കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് 50കാരനായ മുഹമ്മദിനെ ജനക്കൂട്ടം ദാരുണമായി കൊലപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മൃഗീയ സംഭവം രാജ്യ തലസ്ഥാന അതിർത്തിയിൽ നടന്നത്. ദില്ലി ദാദ്ര സ്വദേശി മുഹമ്മദിന്റെ കുടുംബത്തിൽ ബീഫ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് സമീപത്തെ ക്ഷേത്രത്തിൽ വിളിച്ചു പറഞ്ഞു. ഇതു കേട്ടപാടെ 100ൽ പരം ആളുകൾ മുഹമ്മദിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറി. ബീഫ് സൂക്ഷിച്ചതിന്റെ പേരിൽ മകളെ സാക്ഷി നിർത്തി മുഹമ്മദിനെയും 22 വയസ്സുകാരനായ മകനെയും ജനക്കൂട്ടം തല്ലിച്ചതച്ചു.
എന്നാൽ വീട്ടിൽ സൂക്ഷിച്ചത് ബീഫല്ലെന്നും മാട്ടിറച്ചി ആയിരുന്നെന്നുമാണ് വീട്ടുകാർ പറയുന്നത്. മുഹമ്മദിന്റെ വീട്ടിലെ ഫ്രിഡ്ജിലെ ഇറച്ചി പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ആക്രമണത്തെ തുടർന്ന് 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദിന്റെ മകന്റെ നില അപകടനില തരണം ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാണാതായ മകന്റെ മടങ്ങിവരവും കാത്ത് നിറകണ്ണുകളോടെ കാത്തിരിക്കുകയാണ് പത്തനംതിട്ടയിലെ ഒരച്ഛൻ. ഹരികൃഷ്ണൻ എന്ന 16-കാരനെയാണ് കഴിഞ്ഞ മാസം 2-ാം തീയതി മുതൽ വീട്ടിൽ നിന്നും കാണാതായത്. പത്തനംതിട്ടയിൽ നിന്ന് ലെസ്ലി ജോൺ ആ വാർത്ത നൽകുന്നു. ജീവന തുല്യം സ്നേഹിച്ചിരുന്ന മകനെ കാണാതാകുമ്പോൾ വിതുമ്പുന്ന അമ്മ മനസ്സുകൾ നാം ഒരുപാട് കണ്ടിരിക്കും. എന്നാൽ നഷ്ടമായ മകനെ ഓർത്ത് വിങ്ങുന്ന മനസ്സും നിറകണ്ണുകളുമായി കാത്തിരിക്കുന്ന ഒരച്ഛനുണ്ട് ഇന്ന് പത്തനംതിട്ടയിൽ. വള്ളിക്കോട് സ്വദേശി ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണന്റെ മൂത്ത മകൻ ഹരികൃഷ്ണനെ കാണാതായിട്ട് 2 മാസമാകുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 2-നാണ് ഹരികൃഷ്ണൻ അച്ഛനുമായി പിണങ്ങി വീട് വിട്ടത്. അയൽവാസി തന്റെ മകനെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയ ഈ അച്ഛൻ ഹരിയെ ശകാരിച്ചിരുന്നു. ഇതിൽ മനനൊന്താണ് ഹരി വീട് വിട്ടത്. നാളിതുവരെ അച്ഛനെ കൂടാതെ ഹരി ഒറ്റയ്ക്ക് ദൂരസഞ്ചാരം ചെയ്തിട്ടില്ല. മകൻ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ അച്ഛൻ. അവൻ പോയി, അവന് കാണിച്ച തെറ്റൊക്കെ ഞാൻ ശ്രമിച്ചു. അവനിപ്പോൾ വന്നാലും ഞാൻ 100% അവനെ വഴക്കും പറയത്തില്ല, ഒന്നും പറയത്തില്ല, ഒന്നും വന്നില്ല. അവൻ വരണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അമ്മ ഉപേക്ഷിച്ച ഹരിക്കും അനുജൻ അനന്തുവിനും അച്ഛൻ ഉണ്ണികൃഷ്ണൻ അമ്മ കൂടിയാണ്. മകന്റെ തിരോധാനമുണ്ടാക്കിയ ആഘാതം അതുകൊണ്ട് തന്നെ വാക്കുകളിൽ പങ്കുവയ്ക്കാനാവില്ല. കഴിഞ്ഞ 21-ാം തീയതി എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യത്തിൽ ഹരിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഗോവയിലും മംഗലാപുരത്തുമായി പോലീസ് അന്വേഷണവും വ്യാപിപ്പിച്ചിട്ടുണ്ടെങ്കിലും മകനെ തിരിച്ചറിയുന്ന സുമനസുകൾ ഇക്കാര്യം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന അപേക്ഷ മാത്രമാണ് ഈ അച്ഛനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ നഴ്സുമാർക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റ 4 നഴ്സുമാർ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് മിനീഷ് കുമാറിന്റെ റിപ്പോർട്ട്. പൊതുജനാരോഗ്യ മേഖല സംരക്ഷിക്കുക, നഴ്സുമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആരോഗ്യമന്ത്രി ശിവകുമാറിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ നഴ്സുമാരെയാണ് പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചത്. ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. ഉഷാദേവി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബീന, ചിന്നമ്മ, നിഷ ഹമീദ് എന്നിവർക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. പുരുഷ പോലീസുകാരാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നഴ്സുമാർ പറഞ്ഞു. കയ്യിൽ തന്നെ 3-4 പോലീസുകാർ വലിക്കുന്നുണ്ടായിരുന്നു. പിന്നെ 2 കാലുണ്ടായിരുന്നത് 4 പോലീസുകാർ 4 വശത്തേക്ക് കയ്യും കാലും പിടിച്ചിട്ട് വലിച്ചിട്ട് ഈ കാല് തിരിഞ്ഞുപോയി. അപ്പോൾ ഒന്ന് താഴെ നിർത്താൻ പറ്റില്ല. മൂട്ടി ഇങ്ങനെ ചുഴറ്റി പിടിച്ച് തന്നെ എത്രയോ ഇതിൽ വലിച്ച് ഇവിടെ ഇട്ടിട്ട് ഇത് ഞാൻ എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെ ഇതാ നീര് വന്ന് വീർത്തുണ്ട്. കുത്തി പിടിച്ചുകൊണ്ട് എന്നെ ആ വണ്ടിയിലേക്ക് വലിച്ചിടുകയാണ് ചെയ്തത്. അകാരണമായി മർദ്ദിക്കുകയും അസഭ്യം പറഞ്ഞ് സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് നഴ്സസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി OS മോളി പറഞ്ഞു. ഞങ്ങൾ അടുത്തതായി നീങ്ങേണ്ടത് ഒരു സൂചനാ പണിമുടക്കിലേക്കാണ്. തീർച്ചയായും ഞങ്ങൾ കമ്മിറ്റി ചേർന്നുകൊണ്ട് കൂടുതലായ പരിപാടികളിലേക്ക് നീങ്ങാൻ തന്നെ ആലോചിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത് കേട്ടുകേൾവി പോലുമില്ലാത്ത തരത്തിലുള്ള അതിക്രമമാണ് പോലീസുകാർ ഈ നഴ്സുമാരോട് കാണിച്ചത്. ഇതിന് നേതൃത്വം നൽകിയ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ നിന്നും ക്യാമറമാൻ ചന്ദ്രുവിനൊപ്പം BG മിനീഷ് കുമാർ. 3 വർഷം മുൻപ് മുംബൈയിലെ ഓഫ് ഷോറിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആകസ്മികമായി മരണപ്പെട്ട രാഹുൽ രാജിന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് മാതാപിതാക്കൾ. പത്തനംതിട്ട സ്വദേശിയായ BSF റിട്ടയർഡ് ഇൻസ്പെക്ടർ KK രാജനാണ് നീതി തേടി അലയുന്നത്. മുംബൈയിൽ നിന്ന് പ്രേംലാൽ നൽകുന്ന റിപ്പോർട്ടാണ് ഇനി ക്രൈംബ്രാഞ്ചിൽ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ജീവിതം ഹോമിച്ച് രാജ്യത്തിന് കാവൽ നിന്നപ്പോൾ തെല്ലും തലകുനിക്കാത്ത KK രാജൻ എന്ന പട്ടാളക്കാരനാണിത്. ഇന്ന് സ്വന്തം മകന്റെ മരണത്തിന് മുന്നിലെ ദുരൂഹതകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഈ അച്ഛൻ കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും വരാന്തകൾ കയറിയിറങ്ങി തല താഴ്ത്തുകയാണ്. എനിക്ക് ന്യായം. എൻ്റെ മോൻ്റെ മരണത്തിന് എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചെന്നുള്ളത് അറിയണം. ഒരു സ്വകാര്യ കമ്പനിയുടെ കോർപ്പറേറ്റ് ബുദ്ധിക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ മകന്റെ ആകസ്മിക മരണത്തിന്റെ പിന്നാമ്പുറം തേടുകയാണ് രാജനും ഭാര്യയും. സംശയാസ്പദമായ സാഹചര്യത്തിൽ മുംബൈയിൽ മരണപ്പെട്ട രാഹുൽ രാജ് എന്ന മലയാളി എഞ്ചിനീയറുടെ മാതാപിതാക്കളായ ഇവർ നീതിയുടെ സംശുദ്ധ കരങ്ങൾ തേടുന്നതിനുള്ള ശ്രമത്തിലാണ്. അപ്പൊ എന്നോട് എന്റെ കുഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് എന്നെ നെഞ്ചത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട്
അമ്മയുടെ പൊന്നുമോ പോയമേ എന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടായ ദുഃഖം എന്തുവാണെന്ന് എനിക്ക് മനസ്സിലാവത്ത് പോലും ഇല്ലായിരുന്നു. ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ ബാക്കി വെച്ചാണ് രാഹുൽ മരണത്തിന് കീഴടങ്ങിയത്. രാഹുലിന്റെ അകാല മരണം തകർത്തെറിഞ്ഞത് പത്തനംതിട്ടയിലെ ഒരു ഇടത്തരം കുടുംബത്തിന്റെ വർഷങ്ങളുടെ സ്വപ്നങ്ങളാണ്. ഏകദേശം 4 വർഷം മുമ്പാണ് രാഹുൽ രാജ് എന്ന മലയാളി യുവാവ് ജീവിതമാർഗം തേടി മുംബൈ മഹാനഗരത്തിലെത്തുന്നത്. നവി മുംബൈ CBD ബേലാപൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദാസ് ഇൻസ്ട്രുമെന്റേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ സീനിയർ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറായി ജോലിക്ക് ചേരുമ്പോൾ രാഹുലിന്റെ ജീവിതത്തിന് പുതിയ നിറങ്ങൾ വരികയായിരുന്നു. 48,000 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന രാഹുൽ പഠനകാലത്തെ പോലെ ജോലിയിലും പ്രഗത്ഭനായിരുന്നു. 26-ാം വയസ്സിൽ സ്വപ്നങ്ങളുടെ വർണ്ണക്കാഴ്ചകൾ തീർക്കുമ്പോഴാണ് തന്റെ മകൻ മരിച്ചതെന്ന ദുഃഖം തളം കെട്ടി നിൽക്കുന്ന കണ്ണുകളുമായി രാഹുലിന്റെ മാതാവ് പറയുന്നു. എൻ്റെ കുഞ്ഞിന് 26 വയസ്സ് 17 ദിവസവുമായുള്ളായിരുന്നു. ഓഫ്ഷോറിൽ ONGC റിക്വിൻ പ്രോസസ് പ്ലാന്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷോക്കടിച്ചുണ്ടായ മരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പക്ഷേ ദാസ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന കമ്പനി തയ്യാറായില്ല. ഒരു സീനിയർ എഞ്ചിനീയറുടെ മരണകാരണം മെഡിക്കൽ റിപ്പോർട്ടിൽ കൃത്രിമത്വം കാണിച്ച് മാറ്റിയെടുക്കാനാണ് കമ്പനി ശ്രമിച്ചതെന്ന് രാഹുലിന്റെ പിതാവ് രാജൻ പറയുന്നു. വന്നിട്ട് എൻ്റെ മോൻ ഒരു വീഡിയോ സിഗരറ്റ് പോലും വലിക്കാത്ത ഇവരിപ്പോൾ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന ഇതിപ്പം ആൽക്കഹോൾ ഡെത്ത് ഡ്യൂ ടു ആൽക്കഹോൾ കൺജംഷൻ. ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഡോക്ടർ. ആ ഡോക്ടറെ എനിക്ക് കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. 75% to 90% ആൽക്കഹോൾ ബ്ലഡിലുണ്ടായിരുന്ന ഒരാൾ എങ്ങനെ അവൻ നേരെ നിന്നു എന്നുള്ളത് ഞാൻ അവനോട് ചോദിക്കുന്നു. നഷ്ടപരിഹാരം നൽകാതിരിക്കാനും സുരക്ഷാ പാളിച്ചകളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള പഴുതുകൾ തേടുകയായിരുന്നു കമ്പനി എന്ന് അഡ്വക്കേറ്റ് നീത വർഗീസ് പറഞ്ഞു. Not even a single penny for a settlement, and they are saying that we are not paying because lack of documentation. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ONGC റിക്വിൻ പ്രോസസ് പ്ലാന്റിൽ ഒരു സീനിയർ എഞ്ചിനീയർ മരണപ്പെട്ട സാഹചര്യം വിശ്വസിക്കാനാവുന്നില്ലെന്നാണ് ബന്ധുവായ ശ്യാം പറയുന്നത്. ONGCയുടെ ഒരു ഓയിൽ റിഗിൽ ഇങ്ങനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ അതിനർത്ഥം ഡൗൺ സ്ട്രീം പാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരോ ഒരാൾ അപ്സ്ട്രീം പാനൽ ഓൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊരു നെഗ്ലിജൻസ് ആണ്, ഒരു സേഫ്റ്റി വയലേഷൻ. നഷ്ടപരിഹാരം നൽകാതിരിക്കാനായി രാഹുലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്രിമത്വം കാണിച്ചതായി തെളിവുണ്ടെന്ന് അഡ്വക്കേറ്റ് നീത പറഞ്ഞു. With the postmortem reports, and in which there are 2 reports. One is that he is electrocuted. Second, he has died due to alcohol consumption. That is totally illogical reason for his death. കൈവിട്ടുപോയ മകനെയോർത്ത് വിലപിക്കുമ്പോഴും നീതിക്ക് വേണ്ടി കഴിഞ്ഞ 3 വർഷമായി പലവട്ടം രാഹുൽ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ കയറി ഇറങ്ങിയെങ്കിലും കൂടുതൽ ദുരൂഹതകൾ ഉണർത്തുന്ന നടപടികളാണ് കമ്പനി സ്വീകരിച്ചു വരുന്നതെന്ന് ഇവർ പറയുന്നു. പക്ഷേ നാളെ ഒരു കുഞ്ഞിൻ്റെ കൂടെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുത്. വേണ്ടി വന്ന പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ പോയി സത്യാഗ്രഹം ഇരിക്കുക അന്നേരം ചെയ്യും ഞാൻ. ഒരു ജീവനക്കാരൻ മരണപ്പെടുകയെന്നത് കമ്പനിക്ക് ഒന്നുമല്ലായിരിക്കാം. ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ മാത്രം വാർക്കാൻ വിധിക്കപ്പെട്ട ഈ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടതിന് വിലയിടാൻ ആർക്കുമാവില്ല. ഈവൻ ഞാൻ പ്രൈം മിനിസ്റ്ററിന് ആപ്ലിക്കേഷൻ അയച്ചു, ചീഫ് മിനിസ്റ്ററിന് അയച്ചു. എൻ്റെ അവിടുത്തെ MLA ഇപ്പം മന്ത്രിയാണ്, കെയർഫുള്ളായിട്ട് മന്ത്രിയാണ് അടൂർ പ്രകാശ്. പുള്ളിക്കാരന് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. എല്ലാ എൻ്റെ വിവരങ്ങളും ഞാൻ ഇതിൻ്റെ പുറകെ ഒരു എൻ്റെ MLAയോ ആരോ ഒരു സൈഡിൽ നിന്ന് എന്നോട് നീ ആരാ എന്തോ ആണെന്ന് പോലും ഇതുവരെ ഒരു ചോദ്യം വന്നിട്ടില്ല. മകന്റെ മരണത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും BSFലെ റിട്ടയർഡ് ഇൻസ്പെക്ടറായ രാജൻ പറയുമ്പോഴും കെട്ടിച്ചമച്ച റിപ്പോർട്ടുകളിലൂടെ നിയമത്തിന്റെ പഴുതുകളടയ്ക്കുന്ന തിരക്കിലാണ് കമ്പനി അധികൃതർ. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. സംസ്ഥാന സർക്കാരിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ട സംഭവത്തിൽ പോലീസിന്റെ മെല്ലപ്പോക്ക്. സംഭവമുണ്ടായി 2 ദിവസം കഴിഞ്ഞിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. ഹൈടെക് സെല്ലിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാനാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ട സംഭവത്തിലാണ് പോലീസിൻ്റെ മെല്ലപ്പോക്ക്. കേസിൽ ഇതുവരെ FIR രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. സർക്കാരിൻ്റെ സെർവർ ഇരിക്കുന്നത് മ്യൂസിയം പോലീസ് ലിമിറ്റിലാണെങ്കിലും കേസ് സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ടതിനാൽ FIR രജിസ്റ്റർ ചെയ്യേണ്ടത് സൈബർ പോലീസാണ്. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണ ചുമതല ഹൈടെക് സെല്ലിനാണ് നൽകിയിരിക്കുന്നത്. ഹൈടെക് സെല്ലിൻ്റെ റിപ്പോർട്ടിന് ശേഷം മാത്രം കേസ് രജിസ്റ്റർ ചെയ്താൽ മതിയെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ഗോഡാഡി എന്ന ബ്രിട്ടീഷ് സെർവറിൽ നിന്നാണ് ഹാക്കിംഗ് നടന്നിരിക്കുന്നത്. എന്നാൽ ഇത് വ്യാജ IP വിലാസത്തിൽ സൃഷ്ടിച്ചതാണെന്നും അനുമാനമുണ്ട്. സംഭവത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഫൈസൽ എന്ന യുവാവ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. സൈറ്റിലേക്ക് ലോഗ് ചെയ്തവരുടെ ഡീറ്റെയിൽ സംഭവമുണ്ടായതിൻ്റെ പിറ്റേന്ന് തന്നെ പോലീസിന് IT മിഷൻ കൈമാറിയിരുന്നു. എന്നാൽ ഹാക്കിംഗ് നടത്തിയ സെർവറിൻ്റെ യഥാർത്ഥ വിലാസം കണ്ടെത്താൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് ഇപ്പോഴും പോലീസ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. പെരിയാർ വാലി അധികൃതരുടെ അനാസ്ഥ മൂലം 13ഓളം കുടുംബങ്ങൾ ദുരിതത്തിലാണ്. വെള്ളപ്പാച്ചിലിൽ വീടും സ്വത്തുക്കളും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ. കഴിഞ്ഞ 2 വർഷത്തിലധികമായി അധികാരികളുടെ കനിവ് കാത്ത് കഴിയുന്ന
ചില നിർധന കുടുംബങ്ങളുടെ ദുരിതക്കാഴ്ചകളുമായി ഇന്ന് വിട പറയുന്നു. നമസ്കാരം. 5 പൈസ പോലും കയ്യിലില്ലാതെ ഞങ്ങളിപ്പോൾ ജീവിക്കണം. ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വീട് കെട്ടാനും ഒരു ഇത് കൊണ്ടൊന്ന് മേടിക്കാനും ഈ പടത കൊണ്ടൊന്ന് കൊടുങ്കാറ്റ് ഇത് കഴിഞ്ഞ കൊല്ലം ഈ കഴിഞ്ഞതിൻ്റെ മുറ്റെല്ലാം എല്ലാം കൊടുങ്കാറ്റായിരുന്നു. അതിലൊക്കെ ഈ പടത എല്ലാം പോയിട്ട് ഞങ്ങൾ ആകെ കഷ്ടപ്പെട്ട്. ഇത് മേരിയമ്മ. ഇങ്ങനെ ഇവർക്ക് പറയേണ്ടി വന്നത് സ്ഥലം MLAയും പെരിയാർ വാലി അധികൃതരെയും വിശ്വസിച്ചത് ഒന്നുകൊണ്ട് മാത്രം. 2013 ഭൂതത്താൻകെട്ടിലുള്ള പെരിയാർ വാലി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് ഡാമിൻ്റെ കീഴെ പിണ്ടിമന പഞ്ചായത്തിലെ 13 വീടുകൾ ഒലിച്ചുപോയി. അപ്രതീക്ഷിത വെള്ളപ്പാച്ചിലിൽ എല്ലാം നഷ്ടപ്പെട്ട ഇവരെ ആദ്യം അടുത്തുള്ള ചെങ്കര സ്കൂളിലേക്കും പിന്നീട് ഡാമിന് മുകളിലെ വെള്ളാമക്കെട്ട് എന്ന സ്ഥലത്തേക്കും മാറ്റി. എല്ലാം നൽകുമെന്ന MLA TU കുരുവിളുടെയും റവന്യൂ അധികൃതരുടെയും ഉറപ്പ് ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്നു. വീട് പണിയാൻ 2.5 ലക്ഷം രൂപയും സ്ഥലത്തിന് പട്ടയവുമായിരുന്നു വാഗ്ദാനം. ഈറ്റയും ഷീറ്റുമെല്ലാം കൊണ്ടുമേഞ്ഞ കുടിലിൽ മഴയും വെയിലുമേറ്റ് ഇപ്പോഴും ഇവർ കഴിയുന്നു. ഇവിടെ നിന്നും ഇവരെ ഇറക്കിവിടാൻ ഇപ്പോൾ ചില റിസോർട്ട് മാഫിയകളും ശ്രമിക്കുന്നുണ്ട്. ഇതിനെ ഏതു വിധേനയും ചെറുക്കാനുള്ള ശ്രമത്തിലാണിവർ. അപ്പോൾ ആ ജനകീയ സമിതിയുടെ ഇതിൽ ഞങ്ങൾ മറ്റുള്ള അധികാരികളുടെ അടുത്തേക്ക് ഞങ്ങൾ മാർച്ച് നടത്താനും മറ്റുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്താനും വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊണ്ട് ഇരിക്കുകയാണ്. അധികാരികളുടെ വാക്കു വിശ്വസിച്ച് താമസമുറപ്പിക്കുമ്പോൾ ദുരിതം മാത്രമാണ് ഇനി കൂട്ടിനെന്ന് ഇവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. ക്ഷേമമന്വേഷിച്ച് പിന്നെ ആരും മല കയറി വന്നുമില്ല. ഡാനി പോൾ, കൊച്ചി.